സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണല്ലോ അല്ലേ? ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ? ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ കമൻറ്റുകൾ അറിയിക്കണം കേട്ടോ, പതിവ് ചെയ്യുന്നത് പോലെ. ഇന്ന് ഞങ്ങൾ ഈ വ്യത്യസ്തമായ ഡിഷാണ് തയ്യാറാക്കണം. അതായത് മീൻ കൊണ്ടുള്ള ഒരു ഐറ്റം ആണെങ്കിൽ പോലും ഈ മീനിൻ്റെ തല വെച്ചുള്ള ഒരു മീൻ തലക്കറിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു മാസത്തോളമായി അത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നിട്ട്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണം സീസണൊക്കെ ആയതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡുകളല്ലേ നമ്മളെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്, വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മീൻ മേടിക്കാൻ സ്റ്റോളിൽ ചെന്നപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഓൾറെഡി അവിടെ റെഡിയായിരുന്നു മീനിൻ്റെ തല. അപ്പം ഞാൻ അപ്പം തന്നെ പറഞ്ഞു, എടുത്ത് വെച്ചോളൂ, ഞങ്ങൾ കൊണ്ടുവന്നോളാന്ന്. അപ്പോൾ അത് വെച്ചുള്ള കേവലം ഒരുപാട് വലിയ തലയല്ല നമുക്ക് ഫിഷിൻ്റെ കിട്ടിയതെങ്കിലും രുചികരമായൊരു ഫിഷിൻ്റെ തല വെച്ചാണ് ഞങ്ങളിവിടെ ആ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ എൻ്റെ റെസിപ്പിയിലുണ്ടാകും. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് എല്ലാവർക്കുമൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുപോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോയി അതിൻ്റെ പരിപാടികൾ തുടങ്ങിക്കളയാം. മീനിൻ്റെ തല വെച്ചുള്ള ഒരു കറി, മുളക് ചാറ് കറിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞങ്ങൾ 2 മീനിൻ്റെ തലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കാരണം ഞങ്ങൾ കോൾഡ് സ്റ്റോറേജിൽ സ്ഥിരമായിട്ട് മീൻ മേടിക്കുന്ന അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് 2 മീനിൻ്റെ ആയിട്ട് ഇരിപ്പുണ്ട്. പുഴയിലെ ചെമ്പല്ലി മീനിൻ്റെ തലയാണ് നമുക്ക് തന്നിരിക്കുന്നത്, 2 എണ്ണത്തിൻ്റെ. ഇത് 2 എണ്ണം കൂടെ 500 ഗ്രാമോളം ഉണ്ട് നമുക്ക് തൂക്കാം. നമ്മൾ തല മാത്രമായിട്ട് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കതിനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് പറയാം. ഞാൻ എന്താണെന്ന് വെച്ചാൽ 2 തലയും മീഡിയം സൈസ് ആയതുകൊണ്ട് 2ഉം കൂടെ അങ്ങ് വലിയ ചട്ടിയിലിട്ട് വേവിച്ചെടുക്കുക. മീൻ തല കറി ഉണ്ടാക്കണത് കേട്ടോ. അങ്ങനെയാണ് ഇത് കോൾഡ് സ്റ്റോറേജിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കല്ലുപ്പിട്ടൊക്കെ വലിയ കലത്തിലിട്ട് ഉരച്ച് ഒരു 5-6 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകി നീറ്റാക്കി ഉളുമ്പുമണം എല്ലാം മാറ്റി വേവിക്കാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഡയറക്റ്റ് അരപ്പൊക്കെ ചേർത്തത് വേവിക്കാം. അതിനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. നമുക്ക് ഇത് വേവിക്കാൻ ഉള്ള ഇൻഗ്രീഡിയൻസ് മസാലയ്ക്കുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 പച്ചമുളക്, വലിയ എരിവില്ലാത്ത പച്ചമുളക്, അത് ഞാൻ 2ആയിട്ട് പിളർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിടി നമ്മുടെ പതിവ് കറിവേപ്പില, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ക്ലീൻ ചെയ്തെടുത്തിട്ട് തൊലി കളഞ്ഞെടുത്തിട്ട് ഞാനിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത് ചതച്ചെടുക്കാനുള്ളത് കൊണ്ടാണ്. ഇടികല്ലിൽ നമുക്ക് ചതച്ചെടുക്കണം. പിന്നെ ഒരു 6-7 ദളം ചുമന്നുള്ളി, 5-8 ദളം ചെറിയ അല്ലിയാണ്, വെളുത്തുള്ളിയുടെ അല്ലി. പിന്നെ നമുക്ക് ഈ സ്പൂൺ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഈ സ്പൂൺ കാണാമോ നോക്കിക്കേ. ഈ സ്പൂണിന് 4 കൂമ്പനെ വടിച്ചെടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി. ഇതിന് വടിച്ച് 1 സ്പൂൺ മാത്രമേ എരിവും മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. കാരണം പച്ചമുളക് ധാരാളം ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോ. ഗ്രേവിക്ക് വേണ്ടിയാണ് ഇത്രയും മുളക് ചേർത്തേക്കണം, മുളക് കാശ്മീരി പൊടി ചേർത്തേക്കണത്. അപ്പം ഇത് 2ഉം കൂടെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം, കാണിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാനായിട്ട് നമ്മൾ കുടംപുളി ഉരുക്കി സിറപ്പായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി ആവശ്യത്തിന് എന്തോരാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ഒഴിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് പതിവ് ഉപ്പ്, പിന്നെ എണ്ണ, ഉലുവ, കടുക്. നമുക്ക് അടുപ്പത്ത് വെക്കുമ്പോൾ കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. തലക്കറി വെക്കാനുള്ള മസാല ആദ്യം തയ്യാറാക്കാൻ പോവാം. അതിനായിട്ട് ചട്ടിയിൽ ഇച്ചിരി വെള്ളമുണ്ട്, അതൊന്ന് വറ്റിക്കോട്ടെ കേട്ടോ. നോക്കട്ടെ. നമുക്ക് ഈ സിങ്കിലേക്ക് അങ്ങ് ഒഴിച്ച് കളയാം. വെള്ളം വറ്റിച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് മസാല തയ്യാറാക്കണം. എണ്ണ ഒഴിക്കുക കേട്ടോ. ഒഴിക്കുക. ഇച്ചിരി എണ്ണ വേണം. എന്നാന്ന് വെച്ചാൽ മസാല വാട്ടണം. പിന്നെ തലക്കറി മീൻ്റെ പീസ് പോലെയല്ല, തല ഫുള്ളായിട്ട് ഇടുവല്ലേ. അപ്പം അതിൽ ഇച്ചിരി മുങ്ങാൻ പാകത്തിനൊക്കെ വേണം. ഇച്ചിരി എണ്ണ ഇല്ലെങ്കിൽ ശരിയാവില്ല. ഒരു തരിക്ക് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ അതിൻ്റെ ഒപ്പം ഒരു 2 തരി ഉലുവേങ്കട ഇടാം. പിന്നെ ചട്ടി ചൂടായി വരാൻ മറ്റ് സ്റ്റീൽ പാത്രങ്ങളും നോൺ സ്റ്റിക്ക് പാത്രവും പോലെയല്ല, ഇച്ചിരി താമസം എടുക്കും ഒരു ചൂടായി വരാം. മൺചട്ടിയല്ലേ. അപ്പം നമുക്കൊരു 2 തരി ഉലുവ, പിന്നെ ഉലുവ പൊടി ഇടേണ്ട അവസ്ഥ. ഇനി അത് പൊട്ടിക്കഴിഞ്ഞിട്ട് മറ്റേ ഉള്ളി, ഇഞ്ചി,
ഉള്ളി 2 തരം ഉള്ളി ഇഞ്ചിയും കൂടെ അമ്മ ചതച്ച് വെച്ചായിരുന്നു. അത് ആദ്യം ഇടണം. ഇത് പൊട്ടിക്കഴിയുമ്പോൾ എണ്ണ ചൂടായി 2 തരം ഉള്ളി ഇഞ്ചിയും ചതച്ചത് ചേർക്കുക. ആ കൂടെ തന്നെ പച്ചമുളകും വേപ്പില ഇട്ട് കൊടുക്കാം. മൊത്തങ്ങ് ചേർത്തേക്കാം. ഇഞ്ചിയുടെയൊക്കെ നല്ല സ്വാദ് വന്ന ഉള്ളിയുടെയൊക്കെ തലക്കറി വന്നു. പച്ചമുളകും വേപ്പില അതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് അവിടെ കിടന്ന് പച്ചപ്പൊക്കെ പോയി കഴിയുമ്പോഴാണ് മുളക് പൊടി 2 തരം മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തേച്ച് അതിലേക്ക് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് വഴന്ന് മീൻകറി വെക്കും പോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. മൂക്കട്ടെ കേട്ടോ, ഇതാ മൂക്കട്ടെ. ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടക്കണം. നല്ല ചൂടായി വരണ്ടേ. ചട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ മൺചട്ടി ആയതുകൊണ്ട് വളരെ പതുക്കിയ കട്ടിയുള്ളതല്ല. ഫുൾ ഫ്ലെയിമിൽ തന്നെ വേണം ഇത്. പിന്നെ നമുക്ക് അരപ്പിടുമ്പോഴും ഫുൾ ഫ്ലെയിമിലിടാം. കാരണം പൊടികൾ നമ്മൾ വെള്ളത്തിൽ ചാലിച്ച് ഇങ്ങനെ നനച്ചേച്ച് ചേർക്കണത് കൊണ്ട് പൊടി കരിയൂല. പൊടിയായി ഇനി നമ്മളിത് കാശ്മീരി മുളക് പൊടി, എരിവ് മുളക് പൊടിയും കൂടെ അമ്മ സാധാ വെള്ളം ഒഴിച്ച് മിക്സാക്കി കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരപ്പ് ചേർക്കും ഇതിലേക്ക്. ഇത് കഴുകി നമുക്ക് ലാസ്റ്റ് ചേർക്കാം കേട്ടോ. തലയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇത് കഴുകിയെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഇട്ടേക്കണത് ഞാൻ പറഞ്ഞായിരുന്നു, ഫുൾ ഫ്ലെയിമിൽ ഇട്ടാൽ ചെയ്യണമെന്ന്. കാരണം പൊടികളായിട്ടല്ല നമ്മൾ ചേർക്കണ. പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോൾ കരിയൂല. അപ്പം അത് കുറച്ചുകൂടെ കൊഴുപ്പും കിട്ടും. അതിനൊക്കെ വേണ്ടി അത് ചെയ്യണത്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടന്ന് മൂത്തോട്ടെ, തകരാറില്ല. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഡയറക്റ്റ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പൊടിയായിട്ടാണ് ചേർക്കണമെങ്കിൽ ഏറ്റവും സ്ലോയിലേക്ക് മാറ്റണം. സ്ലോയിലേക്കല്ല, സിമ്മിലേക്ക് മാറ്റണം. ഇതിപ്പോൾ പുള്ളിൽ തന്നെ കിടന്ന് അതിന് മൂക്കട്ടെ കേട്ടോ. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തല അതിലേക്ക് ചേർക്കാം. അന്നേരം നമുക്കിതൊക്കെ കഴുകി വെള്ളം ഒഴിക്കാം. പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും ചതച്ചത് പച്ചപ്പ് മണം പോയി ഒരു 3/4 മൂപ്പായി കഴിയുമ്പോൾ ഈ മുളകരപ്പ് ചേർത്തു ഇതിലേക്ക്. എന്നാന്ന് വെച്ചാൽ ഫുൾ മൂക്കണ്ട. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ അരപ്പ് കിടന്ന് വേവുമല്ലേ ഇതില്. അപ്പം അത് കാരണം അത് ഫുൾ മൂത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ഉള്ളിയൊക്കെ. അപ്പം അതൊരു 3/4 മൂപ്പാകുമ്പോൾ അതിൻ്റെ സ്മെല്ല് വരും. അന്നേരം ഈ അരപ്പ് അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഈ മീൻകറിയുടെ പോലെ തന്നെ ഇത്. മീൻകറി പലതും മുളകാറ് കാണിച്ചിട്ടില്ല. അപ്പം പ്രേക്ഷകർക്ക് അത് മനസ്സിലായിക്കോളും. നമുക്കത് മൂത്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് തലയായതുകൊണ്ട് നമുക്ക് മുഴുത്തതല്ലേ. അപ്പം ഗ്യാസ് ഓഫ് ചെയ്ത് ബർണറിൽ നിന്ന് മാറ്റി കാണിച്ചു കൊടുക്കാൻ. തല ഇതിലേക്ക് ചേർത്ത് ഇതിനാവശ്യമുള്ള വെള്ളവും ചേർത്ത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്നാണോ അരപ്പ് അതിലേക്ക് പിടിക്കണ്ടേ. അതിന് വേണ്ടി ഈ കഷ്ണം മീനാകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യണ്ട. ഡയറക്റ്റ് കഷ്ണം അങ്ങ് ചേർക്കാം. മൂപ്പായി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നേക്കണം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചേച്ച് ഞാൻ പറഞ്ഞില്ലേ അരപ്പ് ഇതുമായിട്ട് മിക്സ് ആക്കണം. അവിടെ വെച്ചും ഇത് വെച്ചും കാണാം. ഞാൻ തല അതിലേക്ക് ചേർക്കട്ടെ കേട്ടോ. കൈ കൊണ്ട് നമുക്കതേ ഒരേ തല ഇതിലേക്ക് വെച്ച് കൊടുക്കണം. കണ്ടതേ 2 ഉണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് അരപ്പ് ഇതിലേക്ക് മിക്സ് ആക്കണം. ഞാൻ പറഞ്ഞില്ലേ മുഴുത്ത കഷ്ണായതുകൊണ്ട് അതിലേക്ക് പിടിക്കണ്ടേ. അതുകൊണ്ടാണ് ഇത് ഓഫ് ചെയ്തേക്ക് ചെയ്യണം ഇങ്ങനെ കേട്ടോ. ഇനി വേറൊരു പണി ചെയ്യാനുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തില്ല അരപ്പിൽ. ഉപ്പ് ചേർക്കണം. ഉപ്പ് പൊടിയായിട്ടല്ലേ ചേർക്കണം. അത് പിന്നെ കുഴപ്പമില്ല. ഉപ്പ് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്യിക്കാം കേട്ടോ. ഉപ്പും പുളിയും ചേർക്കാനുണ്ട്. ഉപ്പ് നന്നായിട്ട് വേണ്ടി വരും. പുളിയൊക്കെ ചേർക്കണമല്ലേ. അപ്പം അങ്ങനെ നിൽക്കട്ടെ കേട്ടോ. ഉപ്പിട്ടതാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുളി ചേർക്കാലോ. പുളിയുടെ അളവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് പുളി നന്നായിട്ട് വേണം. നമുക്ക് മീഡിയം രീതിയിൽ ആ പുളി നമ്മൾ യൂസ് ചെയ്യണം. അതേ ഉരുക്കി വെച്ചിരിക്കണ കണ്ടോ കുപ്പിയിലിരുന്ന അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നോക്കണം എങ്ങനെയുണ്ടെന്ന്. തൽക്കാലം ഇത്രേ ഞാൻ ഒഴിക്കണോളൂ. വേണമെങ്കിൽ പിന്നെ വെന്ത് കഴിയുമ്പോൾ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൊടംപുളി സിറപ്പ്. പിന്നെ പുളി കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ വേണോന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി എന്നാന്നോ ഇതൊക്കെ ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കണം. അപ്പം അതിന് വേണ്ടി ഒരു സ്വല്പം ചെറു ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കാൻ വിട്ടുപോയി മോനെ. നമ്മളിതേ തല കറി വെക്കാനായിട്ട് നമ്മൾ
ഇതിലെ അരപ്പൊക്കെ ഇതിലേക്ക് അമ്മ കോരി മിക്സ് ആക്കി ഉപ്പും പുളിയൊക്കെ ചേർത്തല്ലോ. അരപ്പിൻ്റെ ആ കളറും ഒക്കെ നല്ല കറക്റ്റ് കളറല്ലേ നോക്കിയിട്ട്. കണ്ണൊക്കെ പൊങ്ങി ഇരിപ്പട്ടെ. ഇത് ഇപ്പം ഇന്ന് കാലത്താണ് നമ്മൾ വെക്കണമെങ്കിൽ ശരിക്കും ഇന്ന് വൈകിട്ടാട്ടോ അത് ഉപയോഗിക്കാൻ എടുക്കാവുള്ളൂ. എന്നാൽ മുഴുത്ത ഈ പീസായതുകൊണ്ട് അതിലേക്ക് ഇറങ്ങുള്ളൂ മസാലകൾ. ഇപ്പം നമ്മൾ ഇന്ന് രാത്രി വെക്കണതുകൊണ്ട് നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മളിത് യൂസ് ചെയ്യാൻ എടുക്കുകയുള്ളൂ. എന്നാൽ ഈ ദശപ്പിലേക്ക് എല്ലാം കയറുള്ളൂ. കംപ്ലീറ്റ് മുഴുത്ത തലയല്ലേ, അതുകൊണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ആ പ്ലേറ്റൊക്കെ കഴുകി ചെറു ചൂടുവെള്ളം ഉണ്ടാക്കിയായിരുന്നു ആ വെള്ളം. അതുകൊണ്ടാണ് ചുമന്ന നിറ പ്ലേറ്റും കൂടെ കഴുകി വെള്ളം ഒഴിച്ചുകൊണ്ട് മസാലയുടെ ഇതേ കുറച്ച് ഒഴിച്ചു കൊടുത്തേച്ച് നോക്കാം നമുക്ക് എന്തോരം വേണം. ഇച്ചിരി ഇരുന്നോട്ടെ, കാരണം വെന്ത് വറ്റി വരണ്ടേ അല്ലേ. ഇത്രയും ഇരിക്കട്ടെ, ഏതായാലും കുറച്ച് കുറുകണം. ഇത് സാധനവും വേകണമല്ലോ. ഇനി നമുക്കെന്നാ ഒന്ന് ചട്ടി ഇങ്ങനെ ആക്കി വെച്ച് നമുക്ക് വേവിക്കാൻ വെച്ചാലോ. നമുക്ക് ഈ ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമ്മൾ വറവരി സാധനം വെക്കുമ്പോൾ മറ്റേ വശം മറിച്ചിടണം, അല്ലെങ്കിൽ മറ്റേ വശത്തേക്ക് കയറൂല. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കിത് അടപ്പ് കൊണ്ട് മൂടി വെക്കാം. എന്നിട്ട് തിള വന്നു കഴിയുമ്പോൾ നമുക്ക് അടപ്പ് മാറ്റി ഈ വശം മറിച്ച് ആ വശത്തേക്ക് വേവ് കയറാനായിട്ട് അനുവദിക്കാം. പോരെ? അങ്ങനെ ദേ തലക്കറി കിടന്ന് വെന്തോണ്ടിരിക്കുക, തിളച്ചു. കണ്ടോ ദേ. ഇനി നമുക്ക് പതുക്കെ ഉടയാതെ ഒരു വശം ഒന്ന് മറിച്ചു കൊടുക്കണം, ഈ വശം വേവാൻ. ദേ കണ്ടോ, ഒരു വശം വെന്ത് കിട്ടിയില്ലോ, ഈ വശം കൂടെ ദേ ഇതും മറിച്ചു കൊടുക്കണം, പതുക്കെ ഉടയാതെ മറിക്കണം. കണ്ടോ ദേ രണ്ടെണ്ണം കണ്ണിരിക്കണുണ്ടോ ദേ രണ്ടിൻ്റെ. കണ്ടോ, നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചത് നന്നായി, കാരണം ചാറ് വറ്റി വന്നോളും. ഇച്ചിരി വെള്ളം ഇല്ലെങ്കിൽ ഇത് ഈ ചാറിൽ കിടന്ന് വേണ്ടേ വേവാൻ, അല്ലെങ്കിൽ പിന്നെ അടി പിടിക്കും പോലെ വരൂലേ. അപ്പൊ ഇനിയും ഫുള്ളിൽ തന്നെ കിടന്ന് വെന്തോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വെന്ത് കഴിയുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീൻ ചേർക്കുന്നത് പോലെ സ്വല്പം ഉലുവാപ്പൊടി ചേർക്കണം. അത് കഴിഞ്ഞേച്ച് നമുക്ക് ഓഫ് ചെയ്ത് അത് തണുക്കാൻ അനുവദിച്ച് അവിടെ ഇരുന്ന് തണുത്തോട്ടെ. ഇന്നും നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ട, ചാറ് മാത്രം സ്വല്പം ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. നാളെ എടുത്ത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ മീൻ തലക്കറി വെച്ചത് വേവൊക്കെ കഴിഞ്ഞ് പാകമായിട്ടുണ്ട്. ഞാൻ ഇച്ചിരി നേർപ്പിച്ചെടുത്തത് നല്ല കുറുകിയതാവുന്ന ചിറ്റിക്കട്ടെ. ഇച്ചിരി നേർപ്പിച്ചെടുത്തതിനാന്ന് വെച്ചാൽ നാളത്തേക്ക് നമ്മളിത് യൂസ് ചെയ്യണം. ഇന്നിപ്പം മീൻകറി ഇരിപ്പുണ്ട്, നാളത്തേക്ക് കംപ്ലീറ്റ് ഇതിലേക്ക് പിടിക്കുള്ളൂ. അപ്പം ഇച്ചിരി ചാറായിട്ടിരുന്നില്ലെങ്കിൽ നാളെ അത് എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് വറ്റിപ്പോവും. അപ്പം അതേ ഒരു സ്വല്പം ഉലുവാപ്പൊടി ദേ സാധാരണ മീൻ ചേർക്കുന്ന പോലെ സ്വല്പം ഉലുവ വറുത്ത് പിടിച്ച് വെച്ചേക്കാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊന്ന് അകത്തി വെക്കാം. തലയൊന്ന് സെപ്പറേറ്റ് കാണിക്കാൻ വേണ്ടി രണ്ടെണ്ണത്തിൻ്റെ അല്ലേ രണ്ടെണ്ണത്തിൻ്റെ ഞാനൊരു പ്ലേറ്റിലേക്ക് ഒരു തലയെടുത്തുനിന്ന് ഡിസ്പ്ലേക്ക് കാണിക്കാം നമുക്ക്. അതല്ലേ നല്ലതാണ്. എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരെണ്ണം ഡിസ്പ്ലേക്ക് വേണ്ടി കോരി എടുക്കാം പ്ലേറ്റിലേക്ക് കേട്ടോ. ഇത് കോരിയാലോ? പൊടിയാതെ സൂക്ഷിച്ച് കോരണതാ. ഞാനൊന്ന് മാറിക്കേ, ക്യാമറയൊന്ന് മാറ്റിക്കേ, കോരി വെച്ചെടുക്കാം. പൊടിഞ്ഞു പോവതാ ശ്രദ്ധിച്ചില്ലെങ്കിൽ. വെച്ചില്ല, ഞാനൊന്ന് മാറ്റിട്ട് ഇവിടെ വെച്ചേച്ച് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിയും. ഇവിടെ ഒന്ന് വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ശരിയാവൂല. അതാ വലുതല്ലേ മോനെ, അതെ. ഇനി കുഴപ്പമില്ല, കുറച്ച് ഗ്രേവി കോരി ഒഴിച്ചാലോ. നമ്മുടെ അടിപൊളി തലക്കറി അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യട്ടോ, നല്ല രസമാണ്. അപ്പൊ നല്ല ടേസ്റ്റി ഒക്കെയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തു. മീനിന്റെ തലക്കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എരിവും പുളിയൊക്കെ കൂടാനായിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് ഇരിക്കണം. ഇത് കാലത്തെ വെച്ച വൈകിട്ട് സുഭിക്ഷമായിട്ട് അതിലേക്ക് ഇറങ്ങി പിടിക്കാം, കഴിക്കാൻ. അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യൂ, എന്നിട്ട് അഭിപ്രായം പറയൂട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, നമ്മൾ വേഗം 1 lakh അടിക്കണ്ടേ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷ് ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.